സാറേ ഉണരണേ സാറേ. അയ്യോ, ഈ നേരം വരെയൊക്കെ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് സാറേ? ഈ പകലുറക്കമൊക്കെ ഐശ്വര്യക്കേടാ കേട്ടോ. മാത്രമല്ല ആള് മന്ദനായി പോകും. ഞാൻ സാറിനോട് കാര്യം പറയൂ. സാറേ രാവിലെ ഓഫീസിൽ വെച്ച് കണ്ടായിരുന്നു. സാറ് തിരക്കായോണ്ട് പിന്നെ എന്നെ ശ്രദ്ധിച്ചു കാണത്തില്ല. സാറ് ഇവിടുത്തെ പോയപ്പോ വേക്കൻസിയിൽ വന്നത് ഞാനാ. ഓ, പ്രിയദർശൻ എന്നാ പേര്. സാറ് റീജോയിൻ ചെയ്താ ഞാൻ പിന്നെ തിരിച്ചു പോണ്ടി വരുവേ. പോണം. പോണ്ട. വേണ്ട സാറേ, ഇതിപ്പോ എന്നാന്ന് വെച്ചാ ഗൗരി എന്ന് വെച്ചാണെങ്കിൽ എന്റെ പെങ്ങളാ. അവളിപ്പോ BSc ഒക്കെ പാസ്സായി. ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞായിരുന്നേ. ഇതിനിടയില് ബ്രോക്കർ ഒരു പണി ഒപ്പിച്ചായിരുന്നേ. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാന്നൊക്കെ അവരോട് വെച്ചങ്ങ് കീറി. പെണ്ണിന്റെ ആങ്ങളെ സിറ്റിയില് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാന്ന് അറിഞ്ഞപ്പോ അവരും അങ്ങ് ഹാപ്പിയായി. ഇനിയിപ്പോ PSc ടെമ്പററിയാന്നൊക്കെ പറഞ്ഞാ അവർക്കതങ്ങ് മനസ്സിലാകുകയല്ല. അതാ ഞാനിപ്പോ ജോലിയിൽ നിന്ന് അങ്ങ് തിരിച്ചു പോയാ അവരുടെ മുന്നിൽ കളനാകുവേ. ഒരു 3-4 മാസത്തെ സമയം തന്നാ മതി സാറേ. അതിനുള്ളിൽ ഞാൻ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെ പരത്തി പറയാതെ സാറിനോട് നേരിട്ട് ഒറ്റ അടിക്കാൻ പറ. സാർ ഓഫീസിൽ പോകണ്ട, സിനിമ എടുക്കാൻ പോയാൽ അതൊന്നും നടക്കില്ല സാർ. ഇതിപ്പോ എന്റെ പെങ്ങളുടെ ജീവിതകാര്യമായിപ്പോയി. മാത്രമല്ല ഞാനും ഒരു പെങ്ങച്ചനെ കണ്ടുവച്ചിട്ടുണ്ട്. ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് സാറിന് പറയാതെ തന്നെ അറിയാലോ. എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല സാറേ. ഞങ്ങൾ ഈ കാലം പിടിക്കാൻ കേട്ടോ. സാറ് സിനിമാ കഥയൊക്കെ എഴുതുന്ന ആളല്ലേ. ഈ മനുഷ്യനെ മനസ്സിലാക്കുമ്പോഴല്ലേ സാറേ ഈ കഥയൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. ആർക്കും എന്നെ മനസ്സിലാക്കാൻ വയ്യ. എല്ലാരും ഞാൻ മനസ്സിലാക്കിക്കോണം. എടോ, ഞാൻ ഇതുപോലെ അപേക്ഷയുമായിട്ട് പല പ്രൊഡ്യൂസേഴ്സിനും കണ്ടിട്ടുള്ളതാ സിനിമ എടുക്കാൻ. ആരും എന്നോട് ദയവ് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഇയാളിപ്പോ താനും പോ. എന്നെ ചുറ്റിപ്പറ്റി നടന്ന താനും ഗതി പിടിക്കില്ല. സാർ ഇങ്ങനെയൊന്നും നിരാശപ്പെടരുത് കേട്ടോ. ആശ കൈവിട്ട പിന്നെ ജീവിതം പോയി. തോറ്റു കൊടുക്കാൻ ആർക്കും പറ്റും സാറേ. തോറ്റു കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിലേ നീ എനിക്കൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ചു. ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കേൾപ്പിച്ച് നീ എനിക്കൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ചതാ. എന്താ ബുദ്ധിമുട്ടാണല്ലേ? ആദർശമൊക്കെ പറയാൻ എല്ലാവരെ കൊണ്ടും പറ്റും. ഒരു പ്രൊഡ്യൂസറെ പിടിച്ചേരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഓഫീസിൽ വരാൻ. തരാം സാർ. പ്രൊഡ്യൂസറെ ഞാൻ സംഘടിപ്പിച്ചു തരാം. നീ എന്താ തമാശ പറയാ? ജീവിതം വെച്ച് ആരും തമാശ കളിക്കുകയല്ലേ സാറേ. ഇതിപ്പോ എന്റെ ജീവിതമായി പോയി. എന്റെ പെങ്ങളുടെ സാറേ എനിക്ക് 1 മാസത്തെ സമയം തരണം. അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള അടവൊന്നുമല്ല കേട്ടോ. അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കും. സാറേ കൈ ഒന്ന് കാണിച്ചേ. ഇത് പ്രിയന്റെ വാക്കാണ്. ഉറപ്പാ. അതെ മോനെ നിന്ന് ഇടാ നിക്ക്. നീ പ്രൊഡ്യൂസറെ എങ്ങനെ പിടിക്കും? അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും. പക്ഷെ ഈ പ്രൊഡ്യൂസർ എന്ന് വെച്ചാ എന്തുവാ? ചേട്ടായി എന്താ? അതെ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ എപ്പോഴാ വരുന്നത്? എന്തോന്നാ? അല്ല, ഇതിന്റെ ഓരോ ദിവസത്തെ കളക്ഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പ്രൊഡ്യൂസർ വരത്തില്ലേ? എനിക്കൊന്ന് പുള്ളിക്കാരനെ കാണണമായിരുന്നു ഒരു സിനിമയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പരിചയത്തിൽ ഒരു സംവിധായകനുണ്ട്. പുള്ളിയുടെ കയ്യിൽ നല്ലൊരു കഥയുണ്ട്. സാറ് കഥ പറയാൻ വേണ്ടി എൻ്റെ ലോഡ്ജിലേക്ക് വരും. ഞാൻ അപ്പുറത്തുള്ള ലോഡ്ജിലാണ് താമസിക്കുന്നത്, സ്വാതി ലോഡ്ജ്. ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കാൻ പ്രൊജക്ടർ റൂമിലേക്ക് കയറി വരുന്ന ഒരുത്തനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനും ഇതൊക്കെ ആദ്യമായിട്ടാ. ഈ പടത്തിന്റെ കഥ എങ്ങനെയാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അകത്തിരുന്നെല്ലാം കണ്ട് പഠിക്കുകയാണ്. എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായേ പറ്റത്തുള്ളൂ. ഇവിടെ പഠിച്ച് പാസ്സായി തന്നെ പരീക്ഷയോ? കളക്ഷന്റെ കാര്യം നോക്കാനേ റെപ്രസെന്റേറ്റീവ് ഉണ്ട്. താരൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും മുന്തിയ ഹോട്ടലോട് ചെല്ലും. അവിടെ ചിലപ്പോൾ സംവിധായകരും താരങ്ങളൊക്കെ ഉണ്ടാവും. മക്കളെ ചെല്ലും, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത് പണിയില്ല. ഓ, ഈ സിനിമാക്കാർക്കൊക്കെ എന്നാ ജാടേ.
കുടുംബശ്രീ യൂണിറ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ടും കൂടിയാ ദാ എന്റെ പ്രോജക്റ്റ്. ഓക്കെ. ആ തോന്നക്കാടല്ലേ അത്? ഒരു മിനിറ്റ്. എനിക്ക് പ്രൊഡ്യൂസറെ കാണാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ പ്രൊഡ്യൂസർ ഉണ്ടെന്ന് ആദ്യം പറ. എനിക്ക് പ്രൊഡ്യൂസറെ ജോലി ചെയ്യുന്ന ആളെ ഇനി ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ. പുറത്തേക്ക് ഇറങ്ങുമല്ലോ അപ്പൊ കണ്ടോളാം. പ്രൊഡ്യൂസറെ പുറത്തേക്ക് ഇറങ്ങുമല്ലോ അപ്പൊ ഞാൻ കണ്ടോളാം. പ്രിയ, നീ എന്നെ ഇവിടെ? പ്രിയൻ എന്താ ഇവിടെ? ഞാനിവിടെ പ്രൊഡ്യൂസറെ പിടിക്കാമെന്നാണെന്ന്. നീ എന്നെ ഇവിടെ? സാറിന്റെ മോൾ ഇവിടെ കോഫി ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ കൂട്ടുവന്നാ. ആ, നീ വല്ലതും കഴിച്ചായിരുന്നു? ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു കാപ്പി പോലും. നീ വന്നേ, ചായ മേടിച്ചു. ചേട്ടാ 2 ചായ, ഒരു സ്ട്രോങ്ങും. നിനക്ക് സ്ട്രോങ് വേണോ ലൈറ്റ് വേണോ? എന്താ? അല്ല, സ്ട്രോങ് ചായ വേണോ ലൈറ്റ് വേണോ? ഏതായാലും മതി. അപ്പൊ ഒരു സ്ട്രോങ്ങും ഒരു മീഡിയം എടുത്തോ. ഓ ശരി. ആ, വടയുണ്ട്. പഴം വേണോ? അയ്യോ വേണ്ട, മതി. ആദ്യമായിട്ടാണല്ലേ? അതൊന്നും മറിച്ചിട്ടു, അല്ലെങ്കിൽ മൊരിയത്തില്ല. പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കാൻ വേണ്ടിയോ? പ്രിയ, നീ ഇത്ര സാധുവായി പോയല്ലോ. സിനിമ എന്നൊക്കെ പറയുന്നത് വേറൊരു ലോക. ഒരു കാര്യം ചെയ്യാം, നിന്റെ സിസ്റ്ററിനെ കല്യാണം കഴിക്കാൻ പോണ പയ്യന്റെ വീട്ടുകാരോട് ഞാൻ പറയാൻ കാര്യങ്ങൾ. ഏയ്, അതൊന്നും വേണ്ടാന്നേ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കാനല്ല, മുടങ്ങാനാ ചാൻസ്. എന്നാണേലും വൈശാഖൻ സാറിന് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റത്തുള്ളൂ. നീ അധികം വെയിലൊന്നും കൊള്ളാറില്ലേ? വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. നീ എന്നതിനെ പേടിക്കുന്നത്? ഞാൻ കരുതിയത് എനിക്കൊന്നും ഇങ്ങനെ ഉണ്ടാകുകയല്ലെന്നാ. എന്ത്? വട കഴിക്കുന്ന? വേണ്ട. എന്റെ ആദ്യത്തെ പടത്തിന്റെ പൂജയാണ്. പൂജയ്ക്ക് എല്ലാവരും വരണം. ഞാൻ ചിലപ്പോ ഓഫീസിലായിരിക്കും, ലീവ് കിട്ടുമെന്നറിയില്ല. നീ ഇങ്ങനെ ഡിപ്രസ്ഡ് ആവാതെ, ഒക്കെ നടക്കും. എനിക്കൊരു ഡിപ്രഷനും ഇല്ല. അമ്മേ, ഈ സമയം എന്ന് പറയുന്ന സംഗതി ഏറ്റവും കൂടുതൽ കളിക്കുന്നത് കല്യാണക്കാര്യത്തിലും സിനിമയിലും. എത്രയൊക്കെ ഒരുങ്ങിയാലും രണ്ടും നടക്കാൻ അതിൻ്റെതായ സമയമെടുക്കും. എടാ, നിനക്കറിയാലോ, 3 വർഷമായി ഞാൻ ഈ സിനിമയുടെ പുറകെ കൂടിയിട്ട്. എടാ, സിനിമയിൽ വന്നു കഴിയുമ്പോഴാ ഈ ഭാഗ്യം, വിശ്വാസം, വിധി ഇതിലൊക്കെ നമ്മൾ വിശ്വസിച്ചു പോകുന്നത്. മുമ്പ് ഞാൻ ഒരു യുക്തിവാദിയൊക്കെ ആയിരുന്നു. ദൈവം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ അവന്റെ കൈ ഞാൻ വെട്ടും. പക്ഷെ ഇതാ സിനിമ തുടങ്ങാറായപ്പോ പ്രത്യേകം പൂജിച്ച് കെട്ടിയതാ മൂകാംബിക്കുന്നത്. കണ്ടോ? ആ നിക്ക്, ഇതേ വിജയസൂക്ത മോതിര. ഇതിട്ട പടം 100 ദിവസം ഓടുമെന്ന മാധവസ്വാമിജി പറഞ്ഞിരിക്കുന്നത്. ശത്രു സംഹാര ഹോമത്തിന് ഇന്ന് ചീട്ടെടുത്തിട്ടുണ്ട്. ദേ, ഇത് റിലീസിന് നല്ല തിയേറ്റർ കിട്ടാൻ, ഇത് റിലീസിംഗ് ദിവസം മഴ പെയ്യായിരിക്കാൻ, ഇത് കൂടെ ഇറങ്ങുന്നവരുടെ പടം 8 നില പൊട്ട. ഇനിയുണ്ട്. സോറി, ഇനി 4-5 എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. വേണേ കെട്ടിക്കോട്ടെ. ആവശ്യം വരുമ്പോ ചോദിക്കാം. ഒരെണ്ണം ഇങ്ങനെ തന്നെ. ഏതാന്ന് വെച്ചാൽ നോക്കിയെടുത്തോ. പടം തുടങ്ങാറാകുമ്പോഴേ നീയും കെട്ടും വൈശാഖ് ഇതൊക്കെ. അമ്മേ, ചേച്ചി, ഞാൻ പോണു. പൂജയ്ക്ക് വരണേ. സ്വാമിയേ ശരണം. അന്തോണീസ് പുണ്യാള, പഠിച്ചോനെ കത്തോണേ. ആരാ? വൈശാഖൻ സാറ്. നിങ്ങൾ പൂനെന്നാണോ? അമ്മ ചുമ്മാ ഇരുന്നേ. എന്താ? സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? പറയാം, ഒന്ന്. അങ്ങോട്ടിരിക്കാം.
ഞാൻ മീര. ഇത് രേവതി. സാറൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോണെന്നറിഞ്ഞു. അല്ല, സാറിന്റെ ഓഫീസിലെ പ്രിയൻ, പ്രിയദർശൻ. അയാളൊരു സാധുവാണ് സാർ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പ്രൊഡ്യൂസർ ആരാണെന്നോ തിരക്കഥ എന്താണെന്നോ ഒന്നും ആ പാവത്തിന് അറിയില്ല. സാർ അവനോട് കഥ പറയാൻ പോവാണല്ലേ. അവനാകെ തീ പിടിച്ച് നടക്കുക. പാപം കിട്ടും സാർ. ഓ, ഇദ്ദേഹമാണല്ലേ ആ ആള്. എണീറ്റേ, എണീക്കാൻ. എല്ലാവരോടും ചേർന്ന് എന്നെ കളിപ്പിക്കാൻ നിൽക്കണോ? അവൻ പറഞ്ഞു വിട്ടതായിരിക്കും. അയ്യോ അല്ല സാർ, പ്രിയനൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. കണ്ടപ്പോ കഷ്ടം തോന്നി. ഒരു 3-4 മാസം കൂടി സാർ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തു. കടന്നു പോയേ. എന്നാ വേറൊരു കാര്യം പറയട്ടെ. സാർ അവധി എടുക്കുന്ന സമയത്തെ ശമ്പളം എത്രയാന്ന് വെച്ചാ. ദേ കളിയാക്കലും കൊച്ചാക്കലും കൊണ്ട് ഞാൻ മടുത്തിരിക്കുക. അപ്പോഴാ സാറിനൊരു പ്രൊഡ്യൂസറെ കിട്ടാൻ പാടാണെങ്കിൽ ദേ രേവതിയുടെ അച്ഛൻ വലിയ കാശുകാരനാ. ഇവള് പറഞ്ഞ അദ്ദേഹം സിനിമ എടുക്കും. എനിക്കാരുടെ ഔദാര്യം വേണ്ട. Get lost. അവന്റെ ഫാൻസാ അല്ലേ? പെമ്പിള്ളാർക്ക് ഇപ്പൊ ഊപ്പള മതി. ഞാൻ ഈ മുടിയും വളർത്തി നടന്നിട്ട് ഒരു കാര്യമില്ല. ദേ, അവരെ ഇങ്ങനെ വെറുപ്പിച്ച് വിടണ്ടായിരുന്നു. അവരെ ചിലപ്പോ ദൈവമായിട്ടായിരിക്കും ഇവിടെ കൊണ്ടുവന്നത്. ഈ ചരടിന്റെ ഒരു ബലമാണ്. ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ സിനിമ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ? അച്ചായം കൈവിട്ടാലും നമുക്കൊരു പ്രൊഡ്യൂസർ ആയില്ലേ? ഇപ്പൊ സാറിന്റെ മനസ്സിൽ മറ്റൊരു ലഡ് പൊട്ടിയില്ലേ?